Hello dear students, good evening everybody. Welcome back to Franklin's Lectures. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്രാങ്ക്ലിൻ സർ. അപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ ബിടെക് എക്സാംസ് ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ മൂഡിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത് അല്ലേ? അപ്പോ എഞ്ചിനീയറിംഗില് S1 കഴിഞ്ഞു, ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞു, അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് പോകാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ഇയർ പോലെയല്ല സെക്കൻഡ് ഇയർ എന്ന് പറയുന്ന സമയത്ത്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് S1 കോമൺ സബ്ജക്റ്റ് ആയിരുന്നു, S2 നിങ്ങൾ കോർ സബ്ജക്ട്സ് പഠിച്ചു തുടങ്ങി അല്ലെ? ഒരു കോർ സബ്ജക്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി S3 ആവുന്ന സമയത്ത് നിങ്ങൾക്കുള്ള നമ്പർ ഓഫ് കോർ സബ്ജക്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ആകാൻ തുടങ്ങും. അപ്പൊ S3 തൊട്ടുള്ള സബ്ജക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ആണ്. ഗേറ്റ് പോലുള്ള എക്സാംസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള കോർ സബ്ജക്ട്സ് ആണ് ഇനി നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി S2 നിങ്ങൾ പഠിച്ച സബ്ജക്ട് ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്ട് തന്നെയാണ്. പക്ഷേ S3 കുറച്ചുകൂടെ അധികം ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്ട്സ് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. സോ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഗേറ്റ് ഇന്റഗ്രേറ്റഡ് S3 മംഗൾ ബാച്ച്. നമ്മുടെ തേർഡ് സെമസ്റ്റർ ബിടെക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ബാച്ച് ആണ് S3 മംഗൾ ബാച്ച്. സോ S3 മംഗൾ ബാച്ചിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് തന്നു തരാനായിട്ട് പോകുന്നത്, എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, എന്തൊക്കെ ഓഫേഴ്സ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നുള്ള കാര്യം നമുക്ക് ഇനി മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഈ മംഗൾ ബാച്ചിന്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞുതരാം. നിങ്ങൾ കഴിഞ്ഞ ബാച്ചിൽ പഠിച്ചിട്ടുണ്ടല്ലേ S2 ചന്ദ്ര ബാച്ച്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് S2 ചന്ദ്ര എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രയാൻ എന്ന് പറയുന്ന ISROയുടെ മിഷനെ അതിനൊരു ട്രിബ്യൂട്ട് ആണ് S2 ചന്ദ്ര അല്ലെ? പക്ഷേ S3 ആവുന്ന സമയത്ത് മംഗൾ, ഇനി അടുത്ത സെമസ്റ്റർ എന്ന് പറയുന്നത് S4 മംഗൾ. ഇനി ഈ ഒരു കൊല്ലം നിങ്ങൾ മംഗൾ ബാച്ച് ആയിരിക്കും. S3 മംഗൾ, S4 മംഗൾ. എന്തുകൊണ്ട് ഈ മംഗൾ എന്ന പേര്? ചന്ദ്ര എന്ന പേര് ചന്ദ്രയാൻ ആണെങ്കിൽ മംഗൾ എന്ന പേര് ഏതിനാടാ? മംഗൾയാൻ അല്ലെ? നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മിഷൻ ആണ് മാർസിലേക്കുള്ള മംഗൾയാൻ മിഷൻ എന്ന് പറയുന്നത് അല്ലെ? ലോ ബഡ്ജറ്റിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയ ഒരു മിഷനാണ് മംഗൾയാൻ. സോ അതിനൊരു ട്രിബ്യൂട്ട് ആയിട്ട് അപ്പൊ ഈ മിഷൻസിന്റെ പേരും ഈ ഒരു ബാച്ചസിന്റെ പേരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ടെക്നോളജിയാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ സയന്റിസ്റ്റുമാർ ക്രിയേറ്റ് ചെയ്തെടുത്ത മോഡൽസിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും കൊണ്ടുവന്ന പോസിറ്റീവ് ഇമ്പാക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെയുള്ള ആൾക്കാരെ മാറാനുള്ള ഒരു വിഷൻ നമുക്ക് ഉണ്ടായി വരണം. അത്രത്തോളം വിഷണറി ആയിട്ടുള്ള ഡ്രീം സോ മച്ച്. നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. അത് കീഴടക്കാനായിട്ട് എന്നും നിങ്ങളുടെ കൂടെ ഞങ്ങളും ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ തീർച്ചയായിട്ടും ഉണ്ടാകും. സോ S2 കഴിഞ്ഞ് S3ലേക്ക് തേർഡ് സെമസ്റ്ററിലേക്ക് പോകുന്ന കുട്ടികൾ, നിങ്ങളോട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയേണ്ടെന്ന് അറിയാമോ? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സോ തേർഡ് സെമസ്റ്ററിൽ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിനോട് ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ മുൻപോട്ടുള്ള ജേർണിയിലേക്ക് നമുക്ക് മുൻപോട്ട് തുടർച്ചയായും ശക്തിയോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഇറ്റ് ഈസ് ദ ഇന്ത്യസ് നമ്പർ 1 എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം. എഞ്ചിനീയറിംഗ് ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ, നിങ്ങളുടെ സബ്ജക്ട് ഏതും ആയിക്കോട്ടെ, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റീസിന്റെ ക്ലാസ്സസ്, ഇത്രയ്ക്ക് ഹൈ ക്വാളിറ്റിയിലെ ക്ലാസ്സസ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ഹൈ ക്വാളിറ്റി ക്ലാസ്സസ് നിങ്ങൾക്ക് സ്വന്തം. സോ ഇത്രത്തോളം വലിയൊരു ഓർഗനൈസേഷന്റെ പാർട്ടാകാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഭാഗ്യം വേണം, നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾക്കും ഭാഗ്യം വേണം. അപ്പോൾ ഒരുപാട് അടിപൊളി എഞ്ചിനീയേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ S3 പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും വളരെ ആകാംക്ഷപൂർവ്വം ഞങ്ങൾ ദ ഹോൾ ടീം ഓഫ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് കാത്തിരിക്കുന്നു. ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾ ഇതുവരെ കഴിഞ്ഞതുപോലെ അല്ല. S3 വരുന്ന സമയത്ത് ഒരുപാട് പ്രത്യേകതകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ വെൽക്കം ഓൾ. സോ ഫസ്റ്റ് ഞാൻ ആദ്യം പറയാം, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് കേരളത്തിലെ ബിടെക് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ ഓരോ പ്രോബ്ലംസിനെ കുറിച്ച് ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും, അയ്യോ ഇത് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണല്ലോ, അയ്യോ ഇതെന്റെ ഫ്രണ്ട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണല്ലോ, അയ്യോ ഇതെന്റെ മകനും മകളും ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണല്ലോ. ഓരോ പ്രോബ്ലം വ്യക്തമായി നിങ്ങൾക്ക് ഞാൻ എടുത്തു പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് അൺസ്ട്രക്ചേർഡ് സ്റ്റഡി റിസോഴ്സസ് അല്ലെ? ഇപ്പൊ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് KTU സിലബസിൽ കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിലബസ് പറഞ്ഞിട്ടുണ്ട്. ഈ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ പുറത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി റിസോഴ്സ് ഇല്ല. യൂട്യൂബിൽ പോലും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം എന്താ? എഞ്ചിനീയറിംഗ് പറയുന്നത് അത്രമാത്രം മോസ്റ്റ് വാല്യൂബിൾ ആയിട്ടുള്ള ലെസൺസ് ആണ്, സെഷൻ ആണ്, അത്രമാത്രം വാല്യൂബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ്.
അതാണ് കാര്യം. അപ്പൊ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓർഡേർഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസോ ക്ലാസ്സോ ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. കോളേജിലെ ക്ലാസ്സുകൾ പലപ്പോഴും കിട്ടുന്നില്ല. പല സ്റ്റഡി മെറ്റീരിയൽസും കിട്ടുന്നില്ല. നിങ്ങൾ ഇനി ലൈബ്രറിയിൽ പോയി ചെന്നിരുന്ന് ലൈബ്രറി ബുക്ക് നോക്കി പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കോ? ഇല്ല. കാരണം നിങ്ങൾക്ക് അടിസ്ഥാനമില്ല, ബേസിക്സ് ഇല്ല. ബേസിക്സ് ഉള്ള കുട്ടിക്കാണെങ്കിൽ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ അവസാന നിമിഷം എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ബേസ് ഇല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ അവസാനം 0 ആയി പോകും. പക്ഷെ അങ്ങനെ പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ അങ്ങനെ പോകാൻ ഞങ്ങൾ അനുവദിക്കുന്നുമില്ല. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി റിസോഴ്സ് ആണ് നിങ്ങൾക്ക് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിലൂടെ ലഭ്യമാകാൻ പോകുന്നത്. നോ എക്സ്പോഷർ ടു ഇൻഡസ്ട്രി ടൂൾസ്. ശരിയല്ലേടാ? പലപ്പോഴും നമ്മൾ ഈ പുസ്തകത്തിൽ ചുരുങ്ങി പോകാറില്ലേ? ഇപ്പൊ എഞ്ചിനീയറിംഗ് നിങ്ങൾ പഠിക്കുന്നത് ആ ഒരു സിലബസിലേക്ക് ചുരുങ്ങി പോകാറില്ലേ? ഇപ്പൊ ഒരു സിലബസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിലബസ് പോലെ കൃത്യമായി നിങ്ങൾ പഠിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷയ്ക്ക് ജസ്റ്റ് പാസ് ആയാൽ മതി എന്നുള്ള ഒരു ഐഡിയോളജിയാണ്. അങ്ങനെയല്ല. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കൃത്യമായി പഠിക്കണം. എഞ്ചിനീയറിംഗ് നല്ല കോൺസെപ്റ്റ് റിച്ച് ആയിട്ട് പഠിച്ചാൽ മാത്രമേ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിനെ കുറിച്ച് ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് കൂടുതൽ ഗാഢമായി പഠിക്കാനോ നമുക്ക് തോന്നുള്ളൂ. ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എക്സ്പോഷർ നിങ്ങൾ കിട്ടുന്നുണ്ടോ? ഇല്ല. കൃത്യമായുള്ള ഇൻഡസ്ട്രി എക്സ്പോഷർ ഇല്ലാതെ പിന്നെ എങ്ങനെ നിങ്ങൾ ഒരു കമ്പനിയിൽ പോയി നിങ്ങൾ വർക്ക് ചെയ്യും? അതൊരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, പബ്ലിക് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ. സോ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ് റിയൽ ഇൻഡസ്ട്രിയിൽ എവിടെ അപ്ലൈ ചെയ്യുന്നു, എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ, സത്യം പറഞ്ഞ നിങ്ങളുടെ കടമയാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് ഞങ്ങളുടെ കടമയും. അപ്പോൾ മാത്രമേ എഞ്ചിനീയറിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. എഞ്ചിനീയറിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മാത്രമേ എഞ്ചിനീയറിംഗ് രസകരമായി തോന്നുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവുള്ളൂ. സോ എഞ്ചിനീയറിംഗിലെ കോൺസെപ്റ്റ് ക്ലിയർ അല്ല, എഞ്ചിനീയറിംഗ് എവിടെ ഉപയോഗിക്കുന്നു എന്ന് എനിക്കറിയില്ല, അങ്ങനെയാണെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വളരെ വലിയ പ്രോബ്ലമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അല്ലേ? യെസ്. ദെൻ ലാക്ക് ഓഫ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി. അതായത് കൃത്യമായി നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ആ കോൺസെപ്റ്റിന്റെ ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു വേർഷൻ നിങ്ങൾ കിട്ടുന്നില്ല. അത് നിങ്ങളുടെ ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ കോളേജിൽ കിട്ടുന്നുണ്ടോ? ഇല്ല. വേറെ റിസോഴ്സ് കിട്ടുന്നുണ്ടോ? ഇല്ല. ബട്ട് അത് എവിടെ കിട്ടും? ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ കിട്ടും. കാരണം നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ലാക്ക് ഓഫ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി മറന്നേക്കടാ. കോൺസെപ്ച്വൽ ക്ലാരിറ്റി പക്ക. ഏത് കോൺസെപ്റ്റ് ആയാലും, ഏത് കൊമ്പൻ കോൺസെപ്റ്റ് ആയാലും അടിപൊളിയായിട്ട് 4 ചുരുട്ടി മടക്കി നിങ്ങളുടെ മനസ്സിലേക്ക് സിമ്പിളായിട്ട് കടത്തി തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഔട്ട്ഡേറ്റഡ് ടീച്ചിങ് മെത്തേഡ്സ്. നിങ്ങൾ പണ്ട് LKG പഠിച്ചു, 1ാം ക്ലാസ് പഠിച്ചു, 5ാം ക്ലാസ് പഠിച്ചു, 10ാം ക്ലാസ് പഠിച്ചു, +2 പഠിച്ചു, അതേപോലെ അതേ ടീച്ചിങ് മെത്തേഡ് തന്നെയാണ് എഞ്ചിനീയറിംഗ്. കാലം മാറി, ടെക്നോളജി മാറി, AI വന്നു. ഇപ്പോഴും നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് യൂസ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. അതിന് ഒരുപാട് ഡിമെറിറ്റ്സ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം നമ്മുടെ മനസ്സ് മാറി, നമ്മുടെ ടെക്നോളജി മാറി. പക്ഷെ ഇപ്പോഴും നമ്മൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഔട്ട്ഡേറ്റഡ് സിസ്റ്റമാണ്. സോ എങ്ങനെ നമുക്ക് കോപ്പ് ചെയ്യാനായിട്ട് പറ്റും? അപ്പൊ ആ ഒരു പ്രശ്നം എവിടെ പരിഹരിക്കപ്പെടുന്നുണ്ട്? ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ പരിഹരിക്കപ്പെടുന്നുണ്ട്. എങ്ങനെ? വി ആർ പ്രൊവൈഡിങ് ഹൈടെക് ക്ലാസ്സസ്. അതിന്റെ കൂടുതൽ വേർഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദെൻ എക്സാം സെൻട്രിക് ആയിട്ടുള്ള ലേണിംഗ്. എടാ മക്കളെ ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് പാസ്സാകാനല്ല പഠിക്കേണ്ടത്. ഈ എഞ്ചിനീയറിംഗ് നിങ്ങൾ കയറിയിരിക്കുന്നത് എഞ്ചിനീയറിംഗ് നോളജ് അക്വയർ ചെയ്യാനാണെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും പലർക്കും ചിന്തയുണ്ട്, നിങ്ങളൊരു എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുന്ന സമയത്ത് അവിടെ സ്കില്ലല്ലേ നോക്കാറ്, എനിക്ക് എന്റെ നോളജ് നോക്കാറില്ലല്ലോ. തെറ്റാണ്. ഏത് കോർ ടെക്നിക്കൽ കമ്പനി പോയാലും നിങ്ങളുടെ നോളജ് അവർ പരിശോധിക്കും. നിങ്ങൾക്ക് എത്രമാത്രം എഞ്ചിനീയറിംഗ് നോളജ് ഉണ്ടെന്നുള്ളവരെ ചെക്ക് ചെയ്യും. ദെൻ ഓൺലി സ്കിൽസ്. ഇപ്പൊ നോളജ് മാത്രം വെച്ചിട്ട് കാര്യമൊന്നുമില്ല, സ്കിൽസ് മാത്രം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നോളജും സ്കില്ലും കൂടെ ഒരുമിച്ചാക്കുമ്പോൾ മാത്രമാണ് നല്ലൊരു ജോബിന് യോഗ്യൻ അല്ലെങ്കിൽ യോഗ്യയായി മാറുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു ജോലി സാധ്യതയുള്ളൂ. ഓക്കെ, സോ എക്സാം സെൻട്രിക് ആയിട്ടുള്ള ലേണിംഗ് നിർത്തുക. കറക്റ്റ് എക്സാമിന് പാസ്സാവാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് മതിയാക്കുക. എഞ്ചിനീയറിംഗ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സിലബസിലെ കോൺസെപ്റ്റ് വൃത്തിയായി മനസ്സിലാക്കുക, വൃത്തിക്ക് പഠിക്കുക. അതൊന്നും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ലടാ. എല്ലാവരും എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയും, നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ പറയും, നോ, ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. പഠിക്ക്, കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പഠിക്ക്, എഞ്ചിനീയറിംഗിന്റെ ഭംഗി ആസ്വദിച്ച് പഠിക്കണം. ഓക്കെ, സോ എക്സാം സെൻട്രിക് ലേണിംഗ് വേണ്ട.
ഇനി എക്സാമിന്റെ തലേ ദിവസം അല്ലെങ്കിൽ എക്സാമിന്റെ അവസാന നിമിഷം പരിപാടി നടത്താം, പഠിക്കാം, അല്ലെങ്കിൽ അത് അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എക്സാമിന് ജയിക്കും, തെറ്റിദ്ധാരണയാണ്. എക്സാമിന് ടെൻഷൻ ആയിരിക്കും. നിങ്ങൾ എക്സാമിന് എഴുതി കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ കുറെ എഴുതിയല്ലോ, പാസ്സാവോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും. പക്ഷെ നേരത്തെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇതൊന്നും വരില്ല. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റൂടാ എഞ്ചിനീയറിംഗ്. വളരെ ക്രിസ്പായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അടുത്ത് ലാക്ക് ഓഫ് കരിയർ ഗൈഡൻസ്. ഈ എഞ്ചിനീയറിംഗിൽ ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് ഇത് എവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്? ഇവിടെ എവിടേക്കാണ് സ്കോപ്പ് ഉള്ളത്? എന്തൊക്കെ കരിയറിൽ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും? അതും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരണം. വെറുതെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചാൽ മതിയോ? ഇല്ല. എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കരിയർ സപ്പോർട്ട്, ഒരു കരിയർ ഗൈഡൻസ്, എന്ത് നിങ്ങൾ ചൂസ് ചെയ്യണം, എവിടെ നിങ്ങൾ ചൂസ് ചെയ്യണം, എന്ത് രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ വിഷൻ എങ്ങോട്ടായിരിക്കണം, നിങ്ങൾ എവിടെ ഡ്രീം ചെയ്യണം എന്നുള്ള കാര്യം ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. പല കുട്ടികൾക്കും അറിയില്ല എന്ത് ചെയ്യണമെന്ന്. അവർ പറയും 4 വർഷം ബിടെക് കഴിഞ്ഞ് തീരുമാനിക്കാം. സമയം പോയിട്ടുണ്ടാവും. ആ സമയത്ത് തീരുമാനിക്കുള്ള സമയമില്ല, ജോലിക്ക് കയറണം. ഓക്കെ, അതുകൊണ്ട് ലാക്ക് ഓഫ് കരിയർ ഗൈഡൻസ് പലപ്പോഴും പല സ്റ്റുഡൻസിന്റെ ഈ ഫ്യൂച്ചർ നശിപ്പിച്ചിട്ടുണ്ട്. ഇനി അതുണ്ടാവില്ല, കാരണം ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഈസ് ഹിയർ. ദെൻ ലാംഗ്വേജ് ബാരിയർ. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ ഒന്നും അല്ല, ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്തിട്ടാണ്. ഓക്കെ, പലപ്പോഴും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഫുൾ ഇംഗ്ലീഷ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. ഫുൾ ഹിന്ദി ആണെങ്കിൽ മനസ്സിലാവും ഇല്ല. പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ഹിന്ദി ചാനലൊക്കെ തപ്പി പോയിട്ടുണ്ടാവും, ഹിന്ദി അറിയില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് മലയാളത്തിലാണ് നമ്മൾ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നത്. അത്യാവശ്യം വേണ്ട ടേംസ് ഒക്കെ ഇംഗ്ലീഷിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിലാണ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ട്, പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ട്, പ്രോഗ്രാംസ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ട്, തിയറി കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇൻജക്ട് ചെയ്ത് തന്നുകൊണ്ട് അടിപൊളിയായിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാം. അടിപൊളിയായിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാം, അതിൽ സംശയമേ വേണ്ട. ഓക്കെ, ദെൻ ആ ലാംഗ്വേജ് ബാരിയർ എന്നുള്ള അവിടെ തീരുവാണ്. ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്ത് നമുക്ക് പഠിക്കാം. നമ്മൾ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ അതേപോലെ ലെക്ചർ നോട്ട് എടുക്കുക, അതേപോലെ നോട്ട് എടുക്കുക, എഴുതിയെടുക്കുക, പഠിക്കുക, റിവൈസ് ചെയ്യുക. എക്സാമിന് 100 100 ഔട്ട് ഓഫ് 100 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ട്രസ്റ്റ് ഇൻ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ആൻഡ് വി ട്രസ്റ്റ് യു ബാക്ക്. നിങ്ങൾക്ക് 100 മാർക്ക് എത്തിക്കാമെങ്കിൽ ഒരേ ഒരു യൂണിറ്റ് മാത്രം ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ബിക്കോസ് വി ആർ ഫോർ യു. നിങ്ങളാണ് ഞങ്ങളുടെ ഭാവി, നിങ്ങളാണ് ഞങ്ങളുടെ സ്വപ്നം, നിങ്ങളിലൂടെയാണ് പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ. നിങ്ങളുടെ കണ്ണുകളിലൂടെ, നിങ്ങളുടെ ഓരോരുത്തരുടെ സ്വപ്നങ്ങളിലൂടെ ഫ്യൂച്ചർ ഞങ്ങൾക്കും ബിൽഡ് ചെയ്യണം. സോ ജോയിൻ വിത്ത് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. ഓക്കെ, ദെൻ ഈ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞുതരാം. How we solve these problems. First one, concept oriented learning. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വെറുതെ കുറെ കാര്യങ്ങൾ പഠിച്ചു പോകുന്നത് പോലെയല്ല. കൃത്യമായി എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും എങ്ങനെ വന്നാലും എഴുതാം. സിലബസിൽ നിന്ന് വന്ന ചോദ്യമാണോ എന്ത് തന്നെ ആയിക്കോട്ടെ, കോൺസെപ്റ്റ് അറിയാമോ, നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. ഗേറ്റ് ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്ന സമയത്തുള്ള അതിന്റെ വാല്യൂ ഇവിടെയാണ്. കാരണം ഗേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയും S3 ആണെന്ന് പറയും. ഈ S3യിൽ നമ്മുടെ ഗേറ്റ് ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന കോൺസെപ്റ്റിന്റെ കൂടെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നു ക്ലാസ്സിൽ. അതിലൂടെ നിങ്ങൾ 3rd സെമസ്റ്റർ തൊട്ട് ഗേറ്റ് പഠിച്ചു പോവുക. ഈ ഗേറ്റിന്റെ സിലബസും ബിടെക്കിന്റെ സിലബസും ഡിഫറെന്റ് ആണോ? അല്ല, ഗേറ്റിന്റെയും ബിടെക്കിന്റെ സിലബസ് സെയിം ആണ്. ഇപ്പൊ ബിടെക്കിലെ സിലബസ് കൃത്യമായി കോൺസെപ്റ്റ് ഓറിയന്റഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് അല്ല ഏത് എക്സാം വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ടൈമും വേസ്റ്റ് ആവുന്നില്ല. ബിടെക്കിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതിനൊക്കെ പഠിക്കുന്നു. ദെൻ യൂണിവേഴ്സിറ്റി അലയൻസ് സിലബസ് നമ്മൾ വേറെ എവിടെ നിന്നല്ല പഠിപ്പിക്കുന്നത്. KTU പറഞ്ഞിട്ടുള്ള സിലബസ് എന്താണോ അതിൽ അടിമുടി തെറ്റാതെ ഒരു വാക്കോ നോക്കോ മാറാതെ കൃത്യമായി സിലബസ് നമ്മൾ പഠിപ്പിച്ചിരിക്കും. ഓക്കെ, അത് നിങ്ങൾ പഠിക്കുക തന്നെ വേണം. അതും മാക്സിമം ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് സമയം കളയാനില്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇനി കോളേജിൽ പോകുന്ന സമയത്ത് അസൈൻമെന്റ് ഉണ്ടാവും, എക്സാംസ് ഉണ്ടാവും, ലാബ് ഉണ്ടാവും, കോളേജ് ഫെസ്റ്റ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും പഠിക്കാൻ സമയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ്. തീരെ ഇല്ല എന്നല്ല, സമയം കുറവാണ്. സോ ആ സമയക്കുറവ് മനസ്സിലാക്കി എടുത്തുകൊണ്ട് ആ കുറഞ്ഞ സമയത്തിൽ നിങ്ങൾക്ക് മാക്സിമം ഔട്ട്പുട്ട് തരിക എന്നുള്ളതാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ദെൻ
ഹൈടെക് AI ഇന്റഗ്രേറ്റഡ് ലേണിംഗ്. കാലം മാറി, ടെക്നോളജി വന്നു, ഹൈടെക് ആയിട്ട് AI ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. അത് എങ്ങനെയാന്നുള്ള കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഞാനത് എങ്ങനെയാന്നുള്ള കാര്യം അടുത്ത സ്ലൈഡ്സിൽ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് AI ഇന്റഗ്രേറ്റ് ചെയ്ത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ദെൻ ബൈലിംഗ്വൽ കണ്ടന്റ്. ഞാൻ ഓഫ് കോഴ്സ് പറഞ്ഞു, ഇംഗ്ലീഷിലും മലയാളത്തിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇംഗ്ലീഷ് മലയാളം മിക്സ് ചെയ്താണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാനും എക്സാമിന് റീപ്രൊഡ്യൂസ് ചെയ്യാനും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. Then placement ready programs. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ കോഴ്സസ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ ബിടെക് കഴിഞ്ഞിട്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ പെയ്ഡ് ആൻഡ് ഫ്രീ ഇന്റേൺഷിപ്സ് അവൈലബിൾ ആണ്. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ നിങ്ങൾക്ക് ട്രെയിനീസ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ നിങ്ങൾക്ക് എഞ്ചിനീയേഴ്സ് ആയിട്ട് പ്ലേസ്മെന്റ് ലഭിക്കും. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള മൾട്ടിനാഷണൽ കമ്പനീസിൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ്സ് കിട്ടും. അതിപ്പോ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്, പബ്ലിക് ഓർഗനൈസേഷൻ, പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഏതായാലും നിങ്ങളൊരു പോർട്ട്ഫോളിയോ അനുസരിച്ച്, നിങ്ങളൊരു സ്കിൽ അനുസരിച്ച്, നിങ്ങളുടെ ഡ്രീം അനുസരിച്ച്, നിങ്ങൾക്ക് ഉള്ള നോളജ് അനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് പറ്റും. ബിടെക് പഠിപ്പിച്ച് വെറുതെ വിടുക എന്നുള്ളതല്ല, നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് നിങ്ങളെ എത്തിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തം കൂടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യുക തന്നെ വേണം. ഓക്കെ, ഒരുപാട് കുട്ടികളാണ് ഇപ്പോൾ കഴിഞ്ഞ SIT പഠിച്ച 10 കുട്ടികൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ ഇപ്പോഴത്തേക്ക് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. 10 കാൻഡിഡേറ്റ്സ് ആണ് SIT കഴിഞ്ഞ 10 കാൻഡിഡേറ്റ്സ് ആണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിലേക്ക് ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പ്ലേസ്ഡ് ആയത്. ഓക്കെ, സോ നിങ്ങൾക്കും അവസരങ്ങളുണ്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ. യു ക്യാൻ വർക്ക് വിത്ത് ആൻ അമേസിംഗ് ടീം. ഓക്കെ, ഫൈൻ. ദെൻ ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് നല്ല ബിടെക് ക്ലാസ്സസ്, ഗേറ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ കരിയർ ഗൈഡൻസ്, പ്രാക്ടിക്കലി എവിടെ അപ്ലൈ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരും. എഞ്ചിനീയറിംഗിന്റെ ഭംഗി നിങ്ങൾക്ക് പറഞ്ഞുതരും ഞങ്ങൾ. ഓക്കെ, ദെൻ ഇൻഡസ്ട്രി ബേസ്ഡ് ഇന്റേൺഷിപ്സ്. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ ഇനി വരാൻ പോകുന്ന ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ബിഗ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് ആണ് വരാനായിട്ട് പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ പഠിച്ച കുട്ടികൾക്ക് അവിടെ ഒരു പ്രയോറിറ്റി ആൻഡ് പ്രിഫറൻസ് ഉണ്ട് എപ്പോഴും. ഓക്കെ, സോ ബിഗ് ഇൻഡസ്ട്രി ബേസ്ഡ് ഇന്റേൺഷിപ്സ് വരാനായിട്ട് പോകുന്നു. ദെൻ സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റാർട്ടപ്പ് സപ്പോർട്ട്. പല കുട്ടികൾക്കും സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ഒരു ഓൺട്രപ്രണർ ആകണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളുണ്ടാവും. പക്ഷെ ഇത് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എത്ര രൂപ വേണം, എത്ര രൂപ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾക്കറിയില്ല. ഓൾറെഡി കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എത്ര സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളതും കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. നമ്മളുമായിട്ട് റെഗുലർ കമ്മ്യൂണിക്കേഷനുള്ള കുട്ടികൾക്കും അതേപോലെ നമ്മളിൽ പഠിച്ച കുട്ടികൾക്കും അറിയാമായിരിക്കും. കൂടാതെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് യൂട്യൂബ് ചാനലിൽ. ഓക്കെ, സോ നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് സ്വപ്നം ഉണ്ടെങ്കിൽ, ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് സ്വപ്നത്തോടുകൂടി 10 വർഷം ഞാൻ സഞ്ചരിച്ച് ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണറായ വ്യക്തിയാണ് ഞാൻ. സോ എനിക്കുണ്ടായ അനുഭവങ്ങൾ, ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങൾ, ഞങ്ങളുടെ ടീം പഠിച്ചെടുത്ത കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങളുടെ പ്രോജക്ട്, നിങ്ങളുടെ ഒരു ഡ്രീം പ്രോജക്ട് ഒരു പ്രോട്ടോടൈപ്പ് ആക്കണം, നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഹെൽപ്പ് വേണം, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഈസ് ഹിയർ ടു ഹെൽപ്പ് യു. ഓക്കെ, സോ എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളെ ഒരു സ്റ്റാർട്ടപ്പ് ഓണർ ആക്കാൻ നിങ്ങൾക്ക് കെൽപ്പുണ്ടെങ്കിൽ നിങ്ങളെ പിന്നിൽ നിന്നും സഹായിക്കുവാൻ, നിങ്ങളെ കൂടെ നിന്ന് സഹായിക്കുവാൻ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്നും കൂടെ ഉണ്ടാവും. സോ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ സ്റ്റുഡൻസിന് കിട്ടുന്ന വേറൊരു വലിയൊരു പ്രയോറിറ്റിയാണ് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ അഡ്വാൻറ്റേജസ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, ദിസ് കോഴ്സ് ഈസ് ഡിസൈൻഡ് ബൈ എഞ്ചിനീയേഴ്സ് ഫോർ എഞ്ചിനീയേഴ്സ്. മക്കളെ, നിങ്ങൾ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട്, നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്ത പ്രൊജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ S3 മംഗൽ ബാച്ച് എന്ന് പറയുന്നത്. സോ എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അത്രത്തോളം പ്രിസൈസ് ആയിരിക്കും പ്രോജക്റ്റ് എന്ന് പറയാം, അല്ലേ? അപ്പൊ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാ. അപ്പൊ ഞങ്ങളൊക്കെ ഓൾറെഡി നിങ്ങളെ പോലെ കോളേജിൽ പോയി പഠിച്ച് അടിച്ച് പൊളിച്ച് നടന്ന ആൾക്കാർ തന്നെയാണ്. സോ ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്ത് തന്നാൽ നിങ്ങൾ നന്നാവും, എന്ത് തന്നില്ലെങ്കിൽ നിങ്ങൾ നന്നാവും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. സോ അതുകൊണ്ട് നമ്മൾ എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്ത കോഴ്സാണ് മക്കളെ നിങ്ങൾ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട്. ദെൻ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ ലൈവ് ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. സോ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ദെൻ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ദെൻ ലെക്ചർ നോട്ട്സ് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ് കിട്ടി, റെക്കോർഡ് ക്ലാസ് കിട്ടി, ലെക്ചർ നോട്ട്സ് കിട്ടി, പിന്നെ എന്താണ് വേണ്ടത്?
പിന്നെ എന്താ വേണ്ടത്? നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് പോലും വാങ്ങിക്കാൻ പൈസ കളയണ്ട. കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ലെക്ചർ നോട്ട് അത് മാത്രം പഠിച്ചാൽ മതി. നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായി കണ്ടു കഴിഞ്ഞാൽ, ആ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അത് മതി നിങ്ങൾക്ക് 100-ൽ 100 വാങ്ങിക്കുവാൻ. ദെൻ ഫ്രീ ക്രാഷ് കോഴ്സ് ആൻഡ് റിവിഷൻ പാക്സ്. നമ്മുടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ S3 മംഗൽ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സകല കുട്ടികൾക്കും നമ്മുടെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ഫ്രീ ആണ് മക്കളെ. ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ഫ്രീ ആണ്. കഴിഞ്ഞ S2 ചന്ദ്ര ബാച്ചില്, S2 ചന്ദ്ര ക്രാഷ് ബാച്ചില് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നിങ്ങൾ ജോയിൻ ചെയ്ത കുട്ടികൾ ഉണ്ടാവും, നിങ്ങളുടെ ജോയിൻ ചെയ്ത കുട്ടികൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. S2 ചന്ദ്ര ക്രാഷ് ബാച്ചിലൂടെയുള്ള ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസിൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ അതേപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ 100-ൽ 100 മാർക്ക് വാങ്ങിക്കാൻ അത് മതിയടാ. സോ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കണ്ട് അതിന്റെ കൂടെ തന്നെ ക്രാഷ് കോഴ്സ് കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, അതിന്റെ മുകളിൽ ഒന്നുമേ വേണ്ട. നിങ്ങൾക്ക് 100-ൽ 100 മാർക്കായി നിങ്ങൾക്ക് നല്ല എഞ്ചിനീയറിംഗ് നോളജും കിട്ടും. നിങ്ങൾ സെറ്റ് ആയടാ, ആ സെമസ്റ്റർ പക്കയാ. ഓക്കെ, സോ S2 ചന്ദ്ര ബാച്ചിൽ നമ്മൾ സക്സസ്ഫുൾ ആയി. സോ S3 മംഗൽ ബാച്ചിലും കോഴ്സുകൾ എടുക്കുന്ന സകല കുട്ടികൾക്കും ഫ്രീ ആയിട്ട് ക്രാഷ് കോഴ്സ് കിട്ടും. ഓക്കെ, ഫ്രീ ആയിട്ട് ക്രാഷ് കോഴ്സ് കിട്ടും. ക്രാഷ് കോഴ്സ് എക്സാം ടൈം ആണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് കേരളത്തിൽ 20,000-ൽ പരം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ ഓൺലൈനിൽ പഠിപ്പിക്കുന്നുണ്ട്. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ബാച്ച് ക്ലാസ്സസിലൂടെ 20,000-ൽ പരം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത് ഓൺലൈനിൽ. ദെൻ വി ആർ ഫോക്കസ്ഡ് ഓൺ ബിൽഡിംഗ് സ്കിൽസ്, കോൺഫിഡൻസ്, കരിയേഴ്സ്, നോട്ട് ജസ്റ്റ് മാർക്സ്. ഇത്രയും കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. മാർക്സ് മാത്രമല്ല സ്വപ്നം. മാർക്ക് മാത്രം കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. മാർക്ക് മാത്രം കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. മാർക്ക് മാത്രം പോരാ. പക്ഷെ മാർക്ക് വേണോ? യെസ്, മാർക്ക് വേണം. കാരണം നിങ്ങൾക്ക് എത്രമാത്രം നോളജ് ഉണ്ട് എന്നുള്ള കാര്യം വളരെ അത്യാവശ്യമാണ്. ഏത് കമ്പനീസിൽ പോയാലും നിങ്ങൾക്ക് എത്ര നോളജ് ഉണ്ട് അത് വളരെ അവർ കീനായിട്ട് ഒബ്സർവ് ചെയ്യും. അത് അവർ തിരിച്ചറിയും നിങ്ങൾക്ക് എത്രമാത്രം നോളജ് ഉണ്ടെന്ന്. അതേപോലെ നിങ്ങൾ എത്രമാത്രം സ്കിൽഡ് ആണ് എന്ന് എല്ലാ കമ്പനീസും നോക്കും. അപ്പോ മാർക്ക് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ സ്റ്റുഡൻസിനെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എപ്പോഴും സപ്പോർട്ട് ചെയ്യും, തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഇത് നമ്മുടെ ഒരു വലിയൊരു സക്സസ് ആയിട്ട് നമ്മൾ കാണുന്നു. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് സ്റ്റാർട്ട് ആയിട്ട് 1.5 വർഷം ആയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ 1 ഇയർ കൊണ്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നേടിയെടുത്തത് 1000+ 9 പോയിന്റേഴ്സിനാണ്. 9 പോയിന്റേഴ്സ് മാത്രമല്ല, 10 പോയിന്റേഴ്സ് ഉണ്ട്, 8 പോയിന്റേഴ്സ് ഉണ്ട്. 9 പോയിന്റേഴ്സ് മാത്രം 1000+ സ്റ്റുഡൻസ് ആണ് കേരളത്തിൽ പഠിച്ചിറങ്ങിയത് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിലൂടെ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ 9 പോയിന്റേഴ്സിനൊക്കെ കണ്ടിട്ടുള്ള CET-ലാണ്. ഞാൻ എപ്പോഴും റിസൾട്ട് വരുമ്പോൾ എന്റെ റിസൾട്ട് നോക്കൂല, ഞാൻ CET-യുടെ റിസൾട്ട് നോക്കും. കാരണം അതിൽ 9 പോയിന്റേഴ്സിനെ കാണുമ്പോൾ സന്തോഷമാണ്. പക്ഷെ അതേപോലെ ഒരു 9 പോയിന്റർ ആവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ പറ്റിയിട്ടില്ല. കാരണം ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോം അന്നില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 9 അല്ല 10 പഠിച്ചേനെ. ഓക്കെ, അപ്പോൾ 1000+ 9 പോയിന്റേഴ്സിനെ 1 ഇയർ കൊണ്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന് സാധിച്ചു. വലിയ 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 ബിഗ് മാസീവ് സക്സസ് ആയിട്ട് ഞങ്ങളുടെ ടീം അത് കരുതുകയും ചെയ്യുന്നു. ഇനി അടുത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, AI built question prediction series 90% questions matched. നമ്മുടെ ക്രാഷ് കോഴ്സുകൾ കണ്ട കുട്ടികൾക്ക് മനസ്സിലാകും, നമ്മുടെ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ ഞങ്ങൾ ഇട്ട വീഡിയോസ് കാണുക. പറഞ്ഞതേ വന്നിട്ടുള്ളൂ, പറഞ്ഞതേ വരൂ, പറഞ്ഞതേ വന്നിട്ടുള്ളൂ. ഞങ്ങൾ അതിന് PVP എന്ന് പറയാം. പറഞ്ഞതേ വരൂ, പറഞ്ഞതേ വന്നിട്ടുള്ളൂ. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ക്രാഷ് കോഴ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസിലൂടെ പറഞ്ഞ ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ പ്രോഗ്രാമിംഗ് ഇൻ Cയിൽ നോക്കുവാണെങ്കിൽ എല്ലാവരും ടഫ് എന്ന് പറഞ്ഞ എക്സാമിലടാ, അതില് 60-ന് 47 മാർക്കിന് സെയിം ക്വസ്റ്റ്യൻസ്, 12 ക്വസ്റ്റ്യൻ ആണ് സെയിം ആയിട്ട് വന്നത്. ഇത് പ്രോഗ്രാമിംഗ് ഇൻ C മാത്രമല്ല, എല്ലാ സബ്ജക്ട്സിനും എബവ് 80% ക്വസ്റ്റ്യൻസ് സെയിം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ S2 എക്സാമിൽ. ഓക്കെ, സോ നമ്മുടെ ക്രാഷ് കോഴ്സ് എടുത്ത് പഠിച്ച കുട്ടികൾക്ക് അത് അറിയാം. ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാതെ നമ്മൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്ത ഒരു കോഴ്സാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് എന്ന് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ്. അപ്പൊ ആദ്യമായി നമ്മൾ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് നടത്തുന്ന S2 ചന്ദ്ര ക്രാഷ് ബാച്ചിന്റെ കൂടെ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് നടത്തുന്നത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, അത് ഞങ്ങളുടെ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. എന്താണ്, പലരും പറഞ്ഞു നമ്മുടെ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ കണ്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതാണോ, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ബിടെക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി. ഒരുപാട് പേര് എന്നെ വിളിച്ചു, ഒരുപാട് പേര് എന്നോട് അന്വേഷിച്ചു. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ബിടെക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ടില്ല, അങ്ങനെ ചെയ്യത്തില്ല. ബട്ട് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്
predicted these questions using machine learning and artificial intelligence. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ അക്കാഡമിക്സ് ടീമും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമും കൂടെ ചേർന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത് നമ്മുടെ സ്വന്തം AI ടൂൾ യൂസ് ചെയ്ത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു S2 ചന്ദ്ര ക്രാഷ് ബാച്ചിലൂടെയുള്ള ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസിൽ നിങ്ങൾ കണ്ടതും പഠിച്ചതും. മനസ്സിലാക്കുക, വെറും മെഷീൻ ലേണിംഗ് യൂസ് ചെയ്ത് നമ്മൾ ബിൽഡ് ചെയ്ത ഒരു AI പ്രോജക്റ്റ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് പ്രഡിക്റ്റ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? സുഖി ഇപ്പൊ കണ്ടോ, ടെക്നോളജി കണ്ടോ? ക്വസ്റ്റ്യൻസ് ഒന്നും പണ്ടത്തെ പോലെ യൂണിവേഴ്സിറ്റിയുടെ മതില് ചാടിയൊന്നും അടിച്ചു മാറ്റേണ്ട കാര്യമൊന്നുമില്ല. We can predict by using machine learning. We can predict by using artificial intelligence. Artificial intelligence ഉം ഹ്യൂമൻ ഇന്റലിജൻസും കൂടെ ചേർന്നപ്പോൾ എന്താ റിസൾട്ട്? ബൂം, ബിഗ് റിസൾട്ട്. ഓക്കെ, സോ നമ്മൾ തന്നെ നമ്മുടെ ഇൻഹൗസിൽ നമ്മുടെ R&D ടീം ഡെവലപ്പ് ചെയ്തെടുത്ത AI ടൂൾ യൂസ് ചെയ്താണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്തത്. തീർച്ചയായിട്ടും ഇനി മുൻപോട്ടുള്ള സെമസ്റ്റേഴ്സിലും അങ്ങനെ തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് ഇനി ലാസ്റ്റ് സമയത്ത് ക്രാഷ് കോഴ്സ് മാത്രം എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് കുറഞ്ഞ സമയത്തുള്ള ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് ആണ്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മുൻപേ അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. കാരണം നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് വളരെ സിമ്പിൾ ആയിട്ട് തോന്നുവാടാ. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ് ഭയങ്കര ടഫ് ആയിട്ട് തോന്നും. കാരണം നിങ്ങൾ ഫെമിലിയർ അല്ലാത്ത കോൺസെപ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ല. സോ എപ്പോഴും എന്ത് ചെയ്യുക? ആദ്യമേ അഡ്മിഷൻ എടുക്കുക, ആദ്യമേ ജോയിൻ ചെയ്യുക. ഡേ ബൈ ഡേ ഉള്ള ഓരോ ക്ലാസ്സുകളും കണ്ട് കൃത്യമായി നീറ്റായി പഠിക്കുക. ദെൻ സീരീസ് എക്സാമിന് ഫുൾ മാർക്ക് നേടുക. ഫസ്റ്റ് സീരീസിൽ ഫുൾ മാർക്ക് നേടുക, സെക്കൻഡ് സീരീസിൽ ഫുൾ മാർക്ക് നേടുക. ദെൻ നമ്മുടെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതിലൂടെയുള്ള ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസിലൂടെയുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് പഠിക്കുക, അതിന്റെ സൊല്യൂഷൻസ് പഠിക്കുക. നമ്മുടെ ക്ലാസ്സിലൂടെയുള്ള നമ്മുടെ പ്രോബ്ലംസ്, ഡെറിവേഷൻസ്, പ്രോഗ്രാംസ്, എവറിത്തിങ് എല്ലാം പഠിക്കുക. എക്സാമിന് 100ന് 100 മാർക്ക്, അതായത് ഫുൾ മാർക്ക് നേടുക. നിങ്ങൾക്ക് 60-നാണ് മാർക്ക്. ഫുൾ മാർക്ക് നേടുക. അതിൽ വേറെ സംശയമൊന്നുണ്ട്. ഫുൾ മാർക്ക് കിട്ടിയ കളി നമുക്ക് വേണ്ട. ഓക്കെ, മാർക്സ് ആർ ഇമ്പോർട്ടന്റ്. ഓക്കെ, ക്ലിയർ? അപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഒരു എഡ്യൂക്കേഷൻ ടെക്നോളജി കമ്പനിയാണ്. ഇന്ത്യസ് നമ്പർ 1 എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ്. ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്ത് AI പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. ഈ ലോകത്ത് എവിടെ നടക്കുക, ലോകത്ത് എവിടെ കിട്ടും ഇത്രയ്ക്കും കിട്ടിയില്ല ഒരു ടീം? ഈ ടീമിന്റെ ക്ലാസ്സസ്, ഹൈടെക് ക്ലാസ്സസ്, AI ഇന്റഗ്രേറ്റഡ് ക്ലാസ്സസ് എവിടെ കിട്ടും? nowhere. Damn sure, you're never gonna get it. Okay, so Franklin's lectures ഒരു സ്പെഷ്യാലിറ്റി ആണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 90% questions matched. 90% questions matched. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ പഠിച്ച കുട്ടിക്ക് ഒന്നും നോക്കാനില്ല. 100-ൽ 100, അതായത് ഫുൾ മാർക്ക് ഗ്യാരണ്ടീഡ്, 100% പക്ക ഷുവർ. നമ്മുടെ സ്റ്റുഡൻസ് പറയുന്ന ഫീഡ്ബാക്ക്, നമ്മുടെ സ്റ്റുഡൻസ് അഭിപ്രായം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. സോ ദാറ്റ്സ് ദ തിങ്. ഓക്കെ, സോ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ S3 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള S3 മംഗൾ ബാച്ചിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ജൂൺ 15 വരെയുള്ള നിങ്ങളുടെ മെഗാ ഓഫർ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. 40% ഓഫിൽ നിങ്ങൾക്ക് പഠിക്കാം. സോ എത്രയുടെ എമൗണ്ട് എന്ന് അറിയാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഏത് ബ്രാഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല, കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഏത് ബ്രാഞ്ച് ആണെങ്കിലും ഏത് സബ്ജക്ട് ആണെങ്കിലും ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ നോ പ്രോബ്ലം, ഏത് ബ്രാഞ്ച് ആയിക്കോട്ടെ നോ പ്രോബ്ലം, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. വി ആർ ഗിവിംഗ് ക്ലാസ്സസ് ഫോർ എവറി ബ്രാഞ്ചസ്, എവറി സബ്ജക്ട്സ് ഇൻ KTU. ഓക്കെ, സോ 40% ഓഫ് എന്ന് പറയുന്നത് ജൂൺ 15-ാം തീയതി വരെ മാത്രമാണുള്ളത്. സോ ഇന്ന് തന്നെ അഡ്മിഷൻസ് എടുത്ത് തുടങ്ങുക. ഓക്കെ, അഡ്മിഷൻ എടുത്ത് തുടങ്ങുക. ജൂൺ 15 മുൻപ് ഈ 40% ഓഫ് ആരും മിസ്സാക്കരുത് മക്കളെ, ആരും മിസ്സാക്കരുത്. കാരണം ഈ 40% ഓഫിന്റെ മെഗാ ഓഫറിലൂടെ നിങ്ങൾ S3 മംഗൾ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടുക. ഇല്ലെങ്കിൽ ക്രാഷ് കോഴ്സുകൾ സെപ്പറേറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. ക്രാഷ് കോഴ്സ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. സപ്ലി ഇല്ലാതെ നല്ല മാർക്ക് കൂടി പാസ്സാവാം. നോ റിസ്ക്, ഓൺലി നിങ്ങൾക്ക് എന്താ ഗ്യാരണ്ടീഡ് സക്സസ് ആണ്. ഓക്കെ, ജൂലൈ 1-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എല്ലാവരും ശ്രദ്ധിക്കുക, ജൂൺ മാസം വെക്കേഷൻ ആണ്. അടിച്ചു പൊളിച്ച് സമയം പാഴാക്കി കളയരുത്. ടൈം നന്നായിട്ട് യൂസ് ചെയ്യുക. ജൂലൈ 1-ാം തീയതിയാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും കൃത്യം ജൂലൈ 1-ാം തീയതി ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ക്ലാസ്സുകൾ കണ്ട് പഠിക്കണം. അവസാന നിമിഷമല്ല നമുക്ക് പഠിക്കേണ്ടത്. അങ്ങനെയുള്ള പഠിത്തം നമുക്ക് വേണ്ട, നമുക്ക് ആദ്യമേ പഠിക്കണം.
ഓക്കെ, സോ വെക്കേഷൻ അടിച്ചു വിളിക്കുക, എൻജോയ് ചെയ്യുക, കൂടുതൽ കാര്യങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യുക, സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക, ടീംസ് ഫോം ചെയ്യുക, ഇന്റേൺഷിപ്സ് പോവുക, പ്രോജക്ട്സ് ചെയ്യുക, പഴയ കാര്യങ്ങൾ പഠിക്കുക, അറിവ് നേടുക. മക്കളെ നന്നായി വാടാ, പഠിച്ച് നന്നായി വാ. നിങ്ങൾ ആവശ്യമുണ്ടാ, ഈ ലോകത്തിന് ആവശ്യമുണ്ടാ. നിങ്ങൾ വാ. ഓക്കെ, സോ ജൂലൈ 1-ാം തീയതി നമ്മുടെ എസ്ത്രി മംഗൽ ബാച്ച് അതിശക്തമായി നമ്മൾ തുടങ്ങും. കോൺസെപ്റ്റ്സ് ഒക്കെ പക്കയായി നമ്മൾ പഠിച്ചു തുടങ്ങും. ആൻഡ് 3 days റീഫണ്ട് പോളിസി നിങ്ങൾക്കുണ്ട്. അതായത് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ 3 days നിങ്ങൾക്ക് റീഫണ്ട് പോളിസി ഉണ്ട്. ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡ് ആണ്. ക്ലിയർ? ദെൻ ഫോർ എൻക്വയറീസ് ആൻഡ് അഡ്മിഷൻസ് ഈ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തേടാ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇനി 3rd സെമസ്റ്ററിൽ ഏതൊക്കെ സബ്ജക്ട് പഠിക്കാനുണ്ടെന്ന് അറിയാൻ പാടില്ലേ? ഒരു പ്രോബ്ലം ഇല്ല, കോൾ ചെയ്യുക, അന്വേഷിക്കുക. സർ, മാം, എനിക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്, എന്റെ സബ്ജക്റ്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാമോ? യെസ്, വി വിൽ ടെൽ യു, വി വിൽ ടീച്ച് യു. എന്തൊക്കെയാണ് 3rd സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്, എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. വി ആർ യുവർ മെന്റേഴ്സ് ഗൈസ്. സോ ഇപ്പോൾ തന്നെ അഡ്മിഷൻസ് എടുക്കുക. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ എസ്ത്രി മംഗൽ ബാച്ചിലേക്ക് ഈ നമ്പർ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേ. എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും അഡ്മിഷൻസിന് വേണ്ടിയിട്ടും ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ഈ ഒരു നമ്പറിലേക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ക്ലാസ്സസിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ പഠിപ്പിച്ചത് എക്സാമിന് വരൂ, ഞങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എന്താണോ യൂണിവേഴ്സിറ്റി സിലബസിൽ പറയുന്നത് ഞങ്ങൾ അത് നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. നീറ്റ് ആൻഡ് ക്രിസ്പ് ആയിട്ട് പഠിപ്പിച്ചിരിക്കും. മക്കളെ ധൈര്യമായിട്ടിരുന്നോ, ധൈര്യമായിട്ട് കയറി പോരാ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ എസ്ത്രി മംഗൽ ബാച്ചിലേക്ക്. നിങ്ങൾ നല്ലൊരു എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വേറെ ഒന്നുമല്ല, നിങ്ങൾ നല്ല ഒരു എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സമൂഹത്തിൽ 4-5 വർഷത്തിന് ശേഷം നല്ലൊരു സ്ഥാനം അലങ്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ മുഖത്ത് ചിരിയും സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, 1000-ങ്ങളും ലക്ഷങ്ങളും കയ്യിൽ ശമ്പളമായി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിലേക്ക് ജോയിൻ ചെയ്യുക, എസ്ത്രി മംഗൽ ബാച്ചിലേക്ക്. മക്കളെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് എസ്ത്രി മംഗൽ ബാച്ചിൽ കാണാം. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിൽ എസ്ത്രി മംഗൽ ബാച്ചിലൂടെ ഫ്രാങ്ക്ലിൻ സാറിന്റെ ക്ലാസ്സസ് നിങ്ങൾ കാണാൻ പോകുന്നുണ്ട്. കുറെ പേർക്ക് ഇതിന്റെ ക്ലാസ് അറിയാം. എസ്ത്രി മംഗൽ ബാച്ചില് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. മെക്കാനിക്കലിനും സിവിലിനൊക്കെ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. നമ്മുടെ ഷെഫിക് സാറിന്റെ ക്ലാസ് വരുന്നുണ്ട് ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന്. സോ എല്ലാവരും കാത്തിരിക്കുക, ഫ്രാങ്ക്ലിൻ സാറിന്റെ ക്ലാസ്സസിന് വേണ്ടി കാത്തിരിക്കുക. അടിച്ചു പൊളിച്ച് നമുക്ക് പഠിക്കാം. സൂപ്പറായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരാം. അടിപൊളിയായിട്ട് പഠിക്കാം, നല്ല എഞ്ചിനീയേഴ്സ് ആയിട്ട് മാറാം. മക്കളെ, ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഇസ് ഓൾവേസ് വിത്ത് യു. ധൈര്യമായിട്ട് അടിച്ചു കയറി പോരും ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിലേക്ക്. അപ്പൊ താങ്ക് യു സോ മച്ച് ഗായ്സ്. എല്ലാവരും വെൽക്കം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും എനിക്ക് എസ്ത്രി മംഗൽ ബാച്ചിലൂടെ കാണണം, പഠിപ്പിക്കണോടാ. ഓക്കെ, സോ എല്ലാവരെയും വീണ്ടും വെൽക്കം ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കുക, മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഗൈസ്. സോ ഫീസിന്റെ കാര്യങ്ങളും നിങ്ങൾക്ക് ഉള്ള എൻക്വയറീസും അഡ്മിഷൻസും എന്തുണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.